നിലമ്പൂർ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന പല കമന്റുകളിൽ എനിക്ക് എന്നെ ഏറ്റവും ആകർഷിച്ചൊരു കമന്റ് എന്താണെന്ന് വെച്ചാൽ CPM-നെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസമില്ല, പക്ഷെ തോറ്റു എന്ന് ബോധ്യപ്പെടുത്താൻ ഭയങ്കര പണിയാണെന്നുള്ളതാണ്. ഈ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഇവരെടുക്കുന്ന പൊസിഷൻ ഇതാണ്. ഇങ്ങനെ നിലമ്പൂരിൽ തോറ്റിട്ടുണ്ട്, LDF CPM തോറ്റിട്ടുണ്ട്. അവർ വലിയ ഭൂരിപക്ഷത്തിനാണ്, ഷൗക്കത്തിന്റെ കൂടെ വോട്ട് കൂട്ടുകയാണെങ്കിൽ വലിയ വോട്ട് നഷ്ടമാണ്, വലിയ രീതിയിലാണ് അവർക്കെതിരായിട്ടുള്ള വിധി ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. അതിനെ അംഗീകരിക്കുക, ഞങ്ങൾ ആ ജനവിധി അംഗീകരിക്കുന്നു, എന്താണോ വേണ്ട കറക്ഷൻസ് അത് ഞങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് സാമാന്യമായിട്ട് ജനങ്ങളോട് സംവദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി ചെയ്യേണ്ടത്. പക്ഷേ അവർ സ്ഥിരം ചെയ്യുന്നത് പോലെ അവർ തോറ്റു കഴിഞ്ഞാൽ അതെന്താണ്, വർഗീയവാദികളുടെ വിജയമാണ്, തീവ്രവാദികളുടെ വിജയമാണ്. അത് വയനാട് പ്രിയങ്ക ജയിച്ചപ്പോൾ അങ്ങനെയാണ്, മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി ജയിച്ചപ്പോൾ അങ്ങനെയാണ്, അത് തന്നെയാണ് നിലമ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വർഗീയവാദികളാണ്, നിങ്ങൾ തീവ്രവാദികളാണെന്നാണ് പറയുന്നത്. അത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, അത് എല്ലായിടത്തും തന്നെ പുതുപ്പള്ളിയിൽ തോറ്റാൽ അങ്ങനെ പറയില്ല, അത് വളരെ പ്രധാനമാണ്. പുതുപ്പള്ളിയിൽ തോറ്റാൽ അങ്ങനെ പറയില്ല, വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തോറ്റാൽ അങ്ങനെ പറയില്ല. ഇത് മലപ്പുറത്തും കോഴിക്കോടും ഈ മലബാറിലും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ധാരാളമായി വസിക്കുന്ന പ്രദേശങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM തോറ്റാൽ CPM-ന് ഒരൊറ്റ വിശകലനമേ ഉള്ളൂ അതിനെക്കുറിച്ച്. അതെന്താണ്? അത് തീവ്രവാദികളുടെ, ഞങ്ങൾ തോറ്റത് തീവ്രവാദികൾ അപ്പുറത്തെ തീവ്രവാദികളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ്. ഇത് ഒരിക്കൽ പറയുന്നതല്ല സുകേഷ്, ഇത് നിരന്തരം, ഇതൊരു അവരുടെ ഒരു അടിസ്ഥാന പൊസിഷനായിട്ട് ആ പാർട്ടി കൊണ്ടു നടക്കുകയാണ്. അങ്ങനെ അത് ഗുരുതരമായൊരു സാഹചര്യമാണ്. മുസ്ലിങ്ങൾ ധാരാളമുള്ള പ്രദേശങ്ങളിൽ പാർട്ടി പരാജയപ്പെടുന്നത് വടകരയിൽ തന്നെയാണ് സംഭവിച്ചത്. വടകരയിൽ തോൽവിയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവർ തീവ്രവാദികളും വർഗീയവാദികളുമാണ് പച്ചയ്ക്ക് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വർഗീയത അല്ലെങ്കിൽ മതേതരം, നിങ്ങളൊരു മതേതരത്വത്തിന്റെ ടെസ്റ്റ് പാസ്സാണെങ്കിൽ ഞങ്ങളുടെ മതേതരത്വത്തിന്റെ മനകളിൽ ഞങ്ങൾ ഇങ്ങനെ കസേരയിട്ടിരിക്കുവാണ്. ആ പടിപ്പുര കടന്നിങ്ങോട്ട് വരണം. ഞങ്ങളുടെ മതേതര മനകളുടെ പടിപ്പുര കടന്നു വന്നവനെ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ, ഞങ്ങൾ മതേതരവാദിയായിട്ട് അംഗീകരിക്കുള്ളൂ എന്നാണ്